ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ റിയൽ ജി ഡി പി, നോമിനൽ ജി ഡി പി ഇവ എന്താണെന്നും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും മനസ്സിലാക്കാം. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. നോമിനൽ ജി ഡി പി ആൻഡ് റിയൽ ജി ഡി പി, അത് നമുക്ക് ഇവ രണ്ടിൻ്റെയും ഡെഫിനിഷൻസ് മനസ്സിലാക്കാം. അത് നമുക്ക് നോമിനൽ ജി ഡി പി എന്താണെന്ന് നോക്കാം. നോമിനൽ ജി ഡി പിയുടെ മറ്റൊരു പേരാണ് ജി ഡി പി അറ്റ് കറണ്ട് പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: വെൻ ജി ഡി പി ഓഫ് എ ഗിവൺ ഇയർ ഈസ് എസ്റ്റിമേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് പ്രൈസ് ഓഫ് ദ സെയിം ഇയർ ഇറ്റ് ഈസ് കാൾഡ് നോമിനൽ ജി ഡി പി. അതായത് ഒരു വർഷത്തെ ജി ഡി പി കണ്ടത് ആ വർഷത്തെ വിലയുടെ അടിസ്ഥാനത്തിലാണ് എന്നുണ്ടെങ്കിൽ അത് നോമിനൽ ജി ഡി പി അഥവാ ജി ഡി പി അറ്റ് കറണ്ട് പ്രൈസ് എന്നറിയപ്പെടുന്നു. ഇനി റിയൽ ജി ഡി പിയുടെ മറ്റൊരു പേരാണ് ജി ഡി പി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ്. ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ വെൻ ജി ഡി പി ഓഫ് എ ഗിവൺ ഇയർ ഈസ് എസ്റ്റിമേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് പ്രൈസ് ഓഫ് ബേസ് ഇയർ ഇറ്റ് ഈസ് കാൾഡ് റിയൽ ജി ഡി പി. അതായത് ബേസ് ഇയറിൻ്റെ അടിസ്ഥാനത്തിലാണ് ജി ഡി പി കണ്ടത്, ഈ വർഷത്തെ ജി ഡി പി കണ്ടത് ബേസ് ഇയറിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് റിയൽ ജി ഡി പി അഥവാ ജി ഡി പി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ് എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയിൽ നോർമലി 2011-2012 ബേസ് ഇയർ ആയിട്ട് കണക്കാക്കുന്നത്. ഞാൻ നാഷണൽ ഇൻകം മറ്റ് കറണ്ട് പ്രൈസ് ആൻഡ് കോൺസ്റ്റൻറ്റ് പ്രൈസ് എന്ന വിഷയത്തെ പറ്റി ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ വീഡിയോയിൽ ബേസ് ഇയറിനെ പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം, അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാവുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് റിയൽ ജി ഡി പിയും നോമിനൽ ജി ഡി പിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും റിയൽ ജി ഡി പി ആണ് നല്ലത്. അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. റിയൽ ജി ഡി പി ഈസ് ബെറ്റർ ആസ് കമ്പയർഡ് ടു നോമിനൽ ജി ഡി പി ബിക്കോസ് ഓഫ് ദ ഫോളോയിങ് റീസൺസ്. അതിൻ്റെ കാരണങ്ങൾ ഇതാണ്: റിയൽ ജി ഡി പി ഹെൽപ്സ് ഇൻ ഡിറ്റർമൈനിങ് ദ എഫക്റ്റ് ഓഫ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആസ് ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ചേഞ്ച് ഇൻ ഫിസിക്കൽ ഔട്ട്പുട്ട് ഓൺലി. അതായത് റിയൽ ജി ഡി പി കാണിക്കുന്നത് യഥാർത്ഥ ഉൽപ്പാദനം, അതായത് ആഭ്യന്തര ഉൽപ്പന്നം, അതായത് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ ഉണ്ടാകുന്ന വർധനവ്, ശരിയായ വർധനവാണ് റിയൽ ജി ഡി പി കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ബെറ്റർ എന്ന് പറയാം. അപ്പം എത്ര ഉൽപ്പാദനം വർദ്ധിച്ചു എന്ന്, ആ രാജ്യത്ത് എത്ര ഉൽപ്പാദനം വർദ്ധിച്ചു എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതൊരു കാരണം. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഓൺ ദ അതർ ഹാൻഡ് നോമിനൽ ജി ഡി പി ക്യാൻ ഇൻക്രീസ് ഈവൻ വിത്തൗട്ട് എനി ഇൻക്രീസ് ഇൻ ഫിസിക്കൽ ഔട്ട്പുട്ട് ആസ് ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ആൾസോ. അതായത് നോമിനൽ ജി ഡി പിയുടെ കാര്യം പറയുകയാണ്, കമ്പയർ ചെയ്യുകയാണല്ലോ. നോമിനൽ ജി ഡി പിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അതിൻ്റെ പ്രൈസിൻ്റെ എഫക്റ്റ് കൂടെ ഉള്ളത് കൊണ്ട് അത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു മെഷർ അറിയാൻ പറ്റത്തില്ല. ഫിസിക്കൽ ഔട്ട്പുട്ട് കൂടിയത് കൊണ്ടാണോ ഈ ജി ഡി പി കൂടുതൽ കാണിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ പ്രൈസ് ഇൻക്രീസ് പ്രൈസിൻ്റെ എഫക്റ്റ് ഉള്ളത് കൊണ്ട്, പ്രൈസ് ഇൻക്രീസ് ആയതുകൊണ്ടാകാം ജി ഡി പി കൂടുതലായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും റിയൽ ജി ഡി പി ഈസ് ബെറ്റർ എന്ന് പറയുന്നത്. റിയൽ ജി ഡി പി ബെറ്റർ ആണ് എന്നുള്ളതിന് രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട്. അതിൽ മറ്റൊരു കാരണമാണ് റിയൽ ജി ഡി പി ഈസ് ബെറ്റർ മെഷർ ടു മേക്ക് പീരിയോഡിക് കമ്പാരിസൺ ഇൻ ദ ഫിസിക്കൽ ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓവർ ഡിഫറൻറ്റ് ഇയേഴ്സ്. രണ്ട് വ്യത്യസ്ത വർഷങ്ങളിലുള്ള, ഉദാഹരണത്തിന് 2014, 2015 അല്ലെങ്കിൽ 2018, ഇപ്പം രണ്ട് വ്യത്യസ്ത വർഷങ്ങളിലുള്ള കമ്പാരിസൺ നടത്തുന്നതിന്. അപ്പം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എത്ര റിയൽ ഔട്ട്പുട്ടിൽ വർധന ഉണ്ടായി, അതാണ് പ്രധാനം കേട്ടോ. റിയൽ ഔട്ട്പുട്ടിൽ എത്ര വർധന ഉണ്ടായി എന്ന് കൃത്യമായിട്ട് നമുക്ക് റിയൽ ജി ഡി പി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഫിസിക്കൽ ഔട്ട്പുട്ടിൽ എത്ര വർധനവോ അല്ലെങ്കിൽ കുറവോ വർധനവോ ഉണ്ടായെന്ന് നമുക്ക് കമ്പാരിസണിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അടുത്തെന്ന് പറഞ്ഞത് റിയൽ ജി ഡി പി ഫെസിലിറ്റേറ്റ്സ് ഇൻ്റർനാഷണൽ കമ്പാരിസൺ ഓഫ് എക്കണോമിക് പെർഫോമൻസ് അക്രോസ് ദ കൺട്രീസ്. അതായത് ഇൻ്റർനാഷണൽ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പെർഫോമൻസ്, ഏത് രാജ്യമാണ് കൂടുതൽ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തതെന്ന് നമുക്ക് റിയൽ ജി ഡി പി വെച്ച് മനസ്സിലാക്കാം. നോമിനൽ ജി ഡി പിക്ക് ഇങ്ങനെ ഒരു കമ്പാരിസൺ നടത്താൻ കഴിയില്ല. കാര്യം അത് വില ഉണ്ടായ വർധനവിലായിരിക്കും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കൂടുതലായിട്ടോ കുറവായിട്ടോ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് റിയൽ ജി ഡി പിയും നോമിനൽ ജി ഡി പിയും ഡിറ്റർമിൻ ചെയ്യുന്ന ഇക്വേഷൻസ് പരിചയപ്പെടാം. ഡിറ്റർമിനേഷൻ ഓഫ് നോമിനൽ ജി ഡി പി ആൻഡ് റിയൽ ജി ഡി പി. അപ്പം റിയൽ ജി ഡി പി എന്ന് പറയുന്നത്, റിയൽ ജി ഡി പിയുടെ ഇക്വേഷൻ ഇതാണ്: റിയൽ ജി ഡി പി ഈസ് ഈക്വൽ ടു നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു 100 ആണ്. ഓക്കെ, ഇക്വേഷൻ മനസ്സിലാക്കുക. അടുത്ത് നോമിനൽ ജി ഡി പി കണ്ടുപിടിക്കുന്നതിന് മേളത്തെ ഇക്വേഷൻ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയാൽ മതി. അങ്ങനെയാണ് താഴത്തെ ഇക്വേഷൻ കിട്ടുന്നത്. അങ്ങനെ റിയൽ ജി ഡി പി ഇൻറ്റു പ്രൈസ് ഇൻഡെക്സ് ഡിവൈഡ് ബൈ 100 എന്നാവും. ഇനി നമുക്ക് റിയൽ ജി ഡി പിയും നോമിനൽ ജി ഡി പിയും കണ്ടുപിടിക്കുന്ന ഒരു ഉദാഹരണം നോക്കാം. ഇപ്പം ഇങ്ങനെയാണ് വാല്യൂസ് തന്നിരിക്കുന്നത്: എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് nominal GDP if the value of real GDP is 500 and price index is 125. അതായത് റിയൽ ജി ഡി പിയുടെ വാല്യൂയും പ്രൈസ് ഇൻഡെക്സും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് നോമിനൽ ജി ഡി പി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് റിയൽ ജി ഡി പിയുടെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. റിയൽ ജി ഡി പി ഈസ് ഈക്വൽ ടു നോമിനൽ ജി ഡി പി ബൈ പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു 100. അപ്പം നമ്മുടെ ക്വസ്റ്റ്യന് തന്നിട്ടുള്ളതെല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം റിയൽ ജി ഡി പി ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത് 500 ആണ്. അപ്പം 500 ഈസ് ഈക്വൽ ടു എന്ന് വരും. നോമിനൽ ജി ഡി പിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതുപോലെ എഴുതി ഡിവൈഡ് ബൈ പ്രൈസ് ഇൻഡെക്സ് 125 ഇൻറ്റു 100. അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നോമിനൽ ജി ഡി പി അപ്പുറത്തും സമത്തിനപ്പുറം പോവും. അപ്പം നോമിനൽ ജി ഡി പി ഈസ് ഈക്വൽ ടു 500 ഇൻറ്റു 125 ബൈ 100 എന്ന് വരും. ഈസ് ഈക്വൽ ടു 625 crores എന്ന് കിട്ടും.
ഞാനിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഇക്വേഷനിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്, ഒരു സൂചകം പറയുന്നുണ്ട്. ഈ പ്രൈസ് ഇൻഡെക്സിൻ്റെ മറ്റൊരു പേരാണ് GDP ഡീഫ്ലേറ്റർ. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം ഈ GDP ഡീഫ്ലേറ്റർ അഥവാ പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം GDP ഡീഫ്ലേറ്റർ അഥവാ പ്രൈസ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100 ആണ്. അതിൻ്റെ ഉദാഹരണമാണ് താഴെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ. ഇഫ് നോമിനൽ GDP ഈസ് ₹15,000 crores, അതായത് 15,000 കോടി രൂപയാണ് നോമിനൽ GDP തന്നേക്കുന്നത്. ആൻഡ് റിയൽ GDP ഈസ് 12,000 crores. അപ്പം ഇങ്ങനെ ഇത് വെച്ചിട്ട് നമുക്ക് മുകളിലുള്ള ഈ വാല്യൂസ് വെച്ചിട്ട് മുകളിലുള്ള ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് GDP ഡീഫ്ലേറ്റർ അഥവാ പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? അപ്പോൾ 15,000 ഡിവൈഡ് ബൈ 12,000 ഇൻറ്റു 100 എന്ന് വരും. ഈസ് ഈക്വൽ ടു 125 crore എന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? GDP ഡീഫ്ലേറ്റർ അഥവാ പ്രൈസ് ഇൻഡെക്സ് കിട്ടുന്നു. ഇനി ഞങ്ങൾ ഇതിന് താഴെ മറ്റൊരു ഇക്വേഷനോട് പറയുന്നത്, അതിൻ്റെ ഉദാഹരണം ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തേക്കുന്നേ ഉള്ളൂ. അതായത് GNP ഡീഫ്ലേറ്റർ ഉണ്ട് കേട്ടോ. GDP ഡീഫ്ലേറ്റർ പോലെ GNP ഡീഫ്ലേറ്റർ ഉണ്ട്. GNP ഡീഫ്ലേറ്റർ ഈസ് ഈക്വൽ ടു നോമിനൽ GNP ബൈ റിയൽ GNP ഇൻറ്റു 100 ആണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.